റിവർ വാലി സിവിലൈസേഷൻസ് എന്ന ചാപ്റ്ററിലെ ഇൻഡസ് വാലി സിവിലൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. സോ ഇന്ന് നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് 3 സിവിലൈസേഷൻസ് കൂടി ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അത് പഠിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ബ്രോൺസ് ഏജ്? വെങ്കലയുഗത്തിൽ നിലനിന്നിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണിത്. അപ്പോൾ അതിൻ്റെ ഉത്തരമായിട്ട് തന്നെ നമുക്ക് ആ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് പോയിന്റ് ആണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് ദ റിവർ നൈൽ. നൈൽ എന്ന് പറയുന്ന നദിയുടെ തീരത്താണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഉത്ഭവിച്ചതും വളർന്നതുമൊക്കെ. ഓക്കെ, നൗ ദ സെക്കൻഡ് പോയിന്റ് ഇസ് ബാക്ക് ബോൺ ഓഫ് ദ സിവിലൈസേഷൻ ഇസ് അഗ്രികൾച്ചർ. ഓൾസോ ദേ ഡിഡ് വീവിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലാസ് വെയർ. ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ നട്ടെല്ല് അല്ലെങ്കിൽ ബാക്ക് ബോൺ എന്നറിയപ്പെടുന്നത് കൃഷിയാണ്, അഗ്രികൾച്ചറാണ്. ഇത് കൂടാതെ അവർ നെയ്ത്തും അതുപോലെ തന്നെ ഗ്ലാസ് വെയർ ഒക്കെ നിർമ്മിക്കുന്നതും ജോലികളും അവിടുത്തെ ജനങ്ങൾ ചെയ്തിരുന്നു. ഓക്കെ, നൗ നെക്സ്റ്റ് പോയിന്റ് ഇസ് ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് ഹൈറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സേക്രഡ് റൈറ്റിംഗ്. അവരുടെ എഴുത്ത് വിദ്യയാണ് ഹൈറോഗ്ലിഫിക്സ് എന്നറിയപ്പെടുന്നത്. വിശുദ്ധമായ എഴുത്ത് അഥവാ സേക്രഡ് റൈറ്റിംഗ് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് അറിയപ്പെട്ടിരുന്നത്. ഈ ഹൈറോഗ്ലിഫിക്സ് രീതിയിലുള്ള എഴുത്ത് എഴുതാനായിട്ട് അവർ ഉപയോഗിച്ചിരുന്നത് പാപ്പിറസ് എന്ന് പറയുന്ന ചെടിയുടെ ഇലകളാണ്. ദേ യൂസ്ഡ് ദ ലീവ്സ് ഓഫ് പാപ്പിറസ് പ്ലാന്റ് ഫോർ റൈറ്റിംഗ്. ഓക്കെ, ഇനി ഈജിപ്ഷ്യൻ കിങ്സിനെ, അന്നത്തെ കാലത്തെ ഈജിപ്ഷ്യൻ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഫറോ എന്ന പേരിലാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്: പ്രാക്ടീസ് ഓഫ് പ്രിസർവിംഗ് ബോഡി ഓഫ് ദ ഡെഡ് പ്രിവെയിൽഡ് ഇൻ ഈജിപ്റ്റ്. അതായത് ഈജിപ്തിൽ മരിച്ചുപോയവരുടെ ശവശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതി നിലനിന്നിരുന്നു. ഇങ്ങനെ കേടുകൂടാതെ സൂക്ഷിച്ചിരിക്കുന്ന ശവശരീരങ്ങളെ മമ്മി എന്നാണ് വിളിച്ചിരുന്നത്. ഈ മമ്മികളെ അടക്കം ചെയ്തിരുന്നത് പിരമിഡിലാണ്. അപ്പോൾ പിരമിഡിന്റെ ആകൃതിയുള്ള ഒരു ശവകുടീരമാണ് അവർ നിർമ്മിച്ചിരുന്നത്. അതുകൊണ്ടാണത് പിരമിഡ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത പോയിന്റ് ആണ്: they formulated solar calendar with 12 months, 365 days and each month of 30 days. അതായത് ഈജിപ്ഷ്യൻസ് ഫോർമുലേറ്റ് ചെയ്തത് സോളാർ കലണ്ടറാണ്. അതായത് സൂര്യനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു കലണ്ടറാണ് അവർ നിർമ്മിച്ചത്. അതിൽ 12 മാസം ഉണ്ടായിരുന്നു. ഓരോ മാസത്തിൽ 30 ദിവസവും ഒരു വർഷത്തിൽ 365 ദിവസവുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ 12 മാസം 30 ദിവസം എന്ന് പറയുമ്പോൾ 5 ദിവസം എക്സ്ട്രാ ആയിട്ട് വരും. ഈ എക്സ്ട്രാ വരുന്ന 5 ദിവസം അവർ ആഘോഷങ്ങൾക്കായിട്ടാണ് മാറ്റിവെച്ചിരുന്നത്. റിമൈനിങ് 5 days were kept aside for celebrations. Okay, now the next point is they calculated area of triangle and rectangle. ഇവര് മാത്തമാറ്റിക്സിൽ അത്യാവശ്യം നല്ല അറിവുള്ള ആളുകളായിരുന്നു. they calculated area of triangle and rectangle. area of triangleഉം അതുപോലെ തന്നെ area of rectangle ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് അറിയാമായിരുന്നു. they made sundial, that is a clock that tells time by shadow of sun. അതായത് സൂര്യഘടികാരം നിർമ്മിച്ചു. സണ്ണുമായി ബന്ധപ്പെട്ട്, സണ്ണ് ഷാഡോ മേക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അവരൊരു ക്ലോക്ക് ഉണ്ടാക്കി. അത് കൂടാതെ ജലഘടികാരവും ഉണ്ടാക്കി. അതായത് വാട്ടർ ക്ലോക്ക് ബേസ്ഡ് ഓൺ വാട്ടർ കറണ്ട്. വാട്ടർ കറണ്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു വാട്ടർ ക്ലോക്ക് ഉണ്ടാക്കി. അതുപോലെ സൂര്യൻ ഫോം ചെയ്യുന്ന ഷാഡോയിനെ ബേസ് ചെയ്തിട്ട്, സൂര്യൻ്റെ നിഴലിനെ ബേസ് ചെയ്തിട്ട് ഒരു സൂര്യഘടികാരവും നിർമ്മിച്ചു. ഓക്കെ, നൗ ദ ലാസ്റ്റ് പോയിന്റ് ഇസ് സ്ഫിനിക്സ്. എന്താണ് സ്ഫിനിക്സ് എന്ന് പറഞ്ഞാൽ? ദ സ്റ്റാച്യു വിത്ത് ലയൺസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ്. അതായത് മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു സ്റ്റാച്യു ആണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. ഇതും ഈജിപ്തിലെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായി പഠിക്കാനുള്ളത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആണ്. വെങ്കലയുഗ സംസ്കാരങ്ങൾ അഥവാ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസിൽ വരുന്ന മറ്റൊരു സംസ്കാരമാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ. ഓക്കെ, മോഡേൺ ഇറാഖ് ആണ് പ്രാചീന മെസപ്പൊട്ടോമിയ. അതാണ് ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ മെസപ്പൊട്ടോമിയ ഇന്ന് ഏത് രാജ്യത്തിന്റെ ഭാഗമാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഇറാഖിന്റെ ഭാഗമാണ്. ഓക്കെ, നൗ ദ സെക്കൻഡ് പോയിന്റ് ഇസ് ലാൻഡ് ബിറ്റ്വീൻ 2 rivers എന്നാണ് മെസപ്പൊട്ടോമിയ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് 2 നദികൾ? യൂഫ്രട്ടിസും ടൈഗ്രിസും. ഓക്കെ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ ഭാഗമായി 4 സിവിലൈസേഷൻസ് നിലനിന്നിരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സുമേറിയൻ, രണ്ടാമത്തേത് ബാബിലോണിയൻ, മൂന്നാമത്തേത് അസീറിയൻ, നാലാമത്തേത് കാൽഡിയൻ. ഓക്കെ,
ഇനി മെസപ്പൊട്ടോമിയൻ സിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മെസപ്പൊട്ടോമിയയിലെ പ്രധാനപ്പെട്ട സിറ്റീസ് ആണ് ഊർ, ഉറൂഖ് ആൻഡ് ലഗാഷ്. ഊർ, ഉറൂഖ്, ലഗാഷ് എന്നീ 3 നഗരങ്ങളാണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഹാരപ്പൻ സിവിലൈസേഷൻ പഠിച്ചപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് ഹാരപ്പൻസിന് മെസപ്പൊട്ടോമിയക്കാരുമായിട്ട് വ്യാപാര ബന്ധമുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മൾ വീണ്ടും പറഞ്ഞു മെസപ്പൊട്ടോമിയക്കാരും ഹാരപ്പൻസ് ആയിട്ട് തിരിച്ചും വ്യാപാരം നടത്തിയിരുന്നു. അപ്പോൾ അതും ഒരു പോയിന്റ് ആണ് ഇവിടെ. ഓക്കെ, ഇനി അടുത്തത് എഴുത്തുവിദ്യയാണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ് ഓഫ് മെസപ്പൊട്ടോമിയ ഏതാണ്? ക്യൂണിഫോം ആണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഹൈറോഗ്ലിഫിക്സ് ലിപിയെ കുറിച്ച് പഠിച്ചു, അത് ഈജിപ്ഷ്യൻസിൻ്റെതായിരുന്നു. എന്നാൽ മെസപ്പൊട്ടോമിയൻസിന്റെ എഴുത്തുവിദ്യ ഏതാണ്? ക്യൂണിഫോം ലിപിയാണ്. അത് അവർ എഴുതിയിരുന്നത് ക്ലേ ടാബ്ലറ്റ്, ക്ലേയിന്റെ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഒരു പലകയിലാണ് അവർ യൂണിഫോം ലിപി ഉപയോഗിച്ച് എഴുതിയിരുന്നത്. ഓക്കെ, ഇനി അവരുടെ ആർക്കിടെക്ചറൽ സ്കിൽസിന് ഉദാഹരണമാണ് സിഗുറാത്തുകൾ. സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ദേവാലയങ്ങളാണ്. അപ്പോൾ സിഗുറാത്ത് എന്ന് പറയുന്നത് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനാലയങ്ങളാണ്. ഓക്കെ, സ്ഫിങ്സ് എന്തായിരുന്നു? ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ഭാഗമായിരുന്നു. എന്നാൽ സിഗുറാത്ത് ഏതിന്റെ ഭാഗമാണ്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷന്റെ ഭാഗമാണ്. ഓക്കെ, അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ദ ക്വസ്റ്റ്യൻ ഇസ് പ്രിപ്പയർ എ നോട്ട് ഓൺ ദ അച്ചീവ്മെന്റ് ഓഫ് ദ മെസപ്പൊട്ടോമിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്. അതായത് ശാസ്ത്രരംഗത്ത് മെസപ്പൊട്ടോമിയൻസ് കൈവരിച്ച അച്ചീവ്മെന്റ്സിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ ആൻസർ ആണ് മെസപ്പൊട്ടോമിയൻസ് അച്ചീവ്ഡ് റിമാർക്കബിൾ പ്രോഗ്രസ് ഇൻ ദ ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ആൻഡ് ആസ്ട്രോണമി. മാത്തമാറ്റിക്സിൽ, അതായത് കണക്കിലും ആസ്ട്രോണമിയിലും മെസപ്പൊട്ടോമിയൻസിന് വളരെ റിമാർക്കബിൾ ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. ദേ ഫോർമുലേറ്റഡ് എ കലണ്ടർ ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ്സ് ഓഫ് ദ മൂൺ. അപ്പോൾ ഈജിപ്ഷ്യൻസ് സണ്ണിനെ ബേസ് ചെയ്തിട്ട് കലണ്ടർ ഉണ്ടാക്കിയപ്പോൾ മെസപ്പൊട്ടോമിയൻസ് ചന്ദ്രനെ ബേസ് ചെയ്തിട്ടാണ് കലണ്ടർ നിർമ്മിച്ചത്. ഓക്കെ, ദേ ഡിവൈഡഡ് എ ഇയർ ഇൻടു 12 months. ഒരു വർഷം 12 മാസമായിരുന്നു. ഒരു മാസത്തിൽ 4 ആഴ്ചകൾ ഉണ്ടായിരുന്നു. ആൻഡ് ഒരു ദിവസം 24 മണിക്കൂർ. അപ്പോൾ ഒരു ദിവസത്തെ 24 മണിക്കൂറായിട്ട് ഡിവൈഡ് ചെയ്തത് മെസപ്പൊട്ടോമിയൻസ് ആണ്. ഓക്കെ, ദേ ന്യൂ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട്. അവർക്ക് ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനും ഒക്കെ അറിയാമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ശാസ്ത്രരംഗത്തെ അച്ചീവ്മെന്റ്സ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് ടോപ്പിക്കിലോട്ട് എത്തി, അതായത് ചൈനീസ് സിവിലൈസേഷൻ. ഇനി നമ്മൾ പഠിക്കുന്നത് ചൈനീസ് സംസ്കാരത്തെ കുറിച്ചാണ്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചൈനീസ് സംസ്കാരത്തെ കുറിച്ച് പഠിക്കാനുള്ളൂ. ഫസ്റ്റ് പോയിന്റ് ഇതാണ്: ഫ്ലറിഷ്ഡ് ഇൻ ദ വാലി ഓഫ് റിവർ ഹ്വാങ്ഹോ. ഹ്വാങ്ഹോ നദിയുടെ തീരത്താണ് ചൈനീസ് സിവിലൈസേഷൻ ഉത്ഭവിച്ചു വന്നതും പിന്നീട് അത് ഇല്ലാതെയായതും. ഓക്കെ, സോ ചൈനീസ് സിവിലൈസേഷന്റെ അടിത്തറ അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ഇവിടെയും കൃഷി തന്നെയാണ്. ഓക്കെ, അഗ്രികൾച്ചർ ആണ് ബേസ് ഓഫ് ചൈനീസ് സിവിലൈസേഷൻ. അഗ്രികൾച്ചർ കൂടാതെ അവർ ചെയ്തിരുന്ന ജോലികളാണ് നെയ്ത്ത്, അതുപോലെ പോട്ടറി നിർമ്മിക്കൽ. പോട്ടറി എന്ന് വെച്ചാൽ കുടങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ സിൽക്ക് പ്രൊഡക്ഷൻ അവരുടെ ഒരു മെയിൻ തൊഴിലായിരുന്നു. അപ്പോൾ അവരുടെ ദേ വർ സ്കിൽഫുൾ ഇൻ വീവിംഗ്, മേക്കിംഗ് പോട്ടറി ആൻഡ് സിൽക്ക് പ്രൊഡക്ഷൻ. സിൽക്ക് പ്രൊഡക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ, നൗ ആർട്ട് ഓഫ് റൈറ്റിംഗ് പിക്ചോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിരുന്നു ചൈനീസ് സിവിലൈസേഷനിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ്. എഴുത്തുവിദ്യ പിക്ചോഗ്രാഫിക് രൂപത്തിലായിരുന്നു ആദ്യം. അത് പിന്നീട് ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് ആയിട്ട് മാറുകയാണ് ചെയ്തത്. ആദ്യം പിക്ചേഴ്സ് ഒക്കെ ഉപയോഗിച്ചാണ് അവർ എഴുതിയിരുന്നത്. പിന്നെ അത് സിമ്പിൾസിലോട്ട് മാറി. ഐഡിയോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റ് ആണ്. ഓക്കെ, ഇനി ചൈനീസ് കലണ്ടറിൽ 365 ദിവസം ഉണ്ടായിരുന്നു. ചൈനീസുകാർ നിർമ്മിച്ച കലണ്ടറിൽ 365 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവർ വാലി സിവിലൈസേഷൻസ് എന്ന ചാപ്റ്ററിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു, ഈജിപ്ഷ്യൻ സിവിലൈസേഷനെ കുറിച്ച് പഠിച്ചു, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനും ചൈനീസ് സിവിലൈസേഷനും പഠിച്ചു. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷന്റെ പ്രത്യേകതയായിരുന്നു ടൗൺ പ്ലാനിങ്, അവരുടെ അഗ്രികൾച്ചർ, പിന്നെ അവരുടെ ക്രാഫ്റ്റ്, സ്ക്രിപ്റ്റ്. അതുപോലെ പിന്നീട് നമ്മൾ ലാസ്റ്റ് പഠിച്ചത് ഇൻഡസ് വാലി സിവിലൈസേഷൻ തകരാനുള്ള കാരണങ്ങളാണ്. ഇനി ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്ഭവിച്ചത് നൈൽ നദിയുടെ തീരത്താണ്. അവരുടെ എഴുത്തുവിദ്യ അല്ലെങ്കിൽ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ഹൈറോഗ്ലിഫിക്സ്. അതുപോലെ പിരമിഡ്സും സ്ഫിങ്സും എന്താണെന്ന് നമ്മൾ നോക്കി. അവരുടെ കലണ്ടറിനെ പറ്റി പഠിച്ചു. അതുപോലെ അവരുടെ ക്ലോക്ക്സ് ഏതൊക്കെ രീതിയിലാണെന്നും പഠിച്ചു.
ഇനി മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വാലീസ് ഓഫ് യൂഫ്രട്ടസ് ആൻഡ് ടൈഗ്രിസ്, 2 നദികളുടെ തീരത്താണ് മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ഉത്ഭവിച്ചത്. അവരുടെ എഴുത്തുവിദ്യ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ക്യൂണിഫോം. അവിടുത്തെ പ്രത്യേക ഒരു ആർക്കിടെക്ചറൽ സ്കില്ലാണ് സിഗുറാത്തുകൾ അല്ലെങ്കിൽ ദേവാലയങ്ങൾ. അവരുടെ കലണ്ടറും മാത്തമാറ്റിക്സിലുള്ള അച്ചീവ്മെന്റ്സും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ ചൈനീസ് സിവിലൈസേഷൻ ഹ്വാങ്ഹോ നദീ തീരത്താണ്. ആർട്ട് ഓഫ് റൈറ്റിംഗ് പിക്ചോഗ്രാഫിക് ആയിരുന്നു, പിന്നെ അത് ഐഡിയോഗ്രാഫിക് ആയി മാറി. പിന്നെ സിൽക്ക് ഇൻഡസ്ട്രി, സിൽക്ക് പ്രൊഡക്ഷൻ അവരുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്, അത് നമ്മൾ പഠിച്ചു. പിന്നെ അവരുടെ കലണ്ടറിനെ കുറിച്ചും പഠിച്ചു. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ട്